ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമാണ്. എന്താണെന്നോ, ഒരു സോളോ ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഞാൻ. വേറെ എങ്ങുമല്ല കേട്ടോ, ഷട്ടിൽ ഹെറാൾട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി. ഹാമിൽട്ടണിലാണ്. ഗ്ലാസ്ഗോയിൽ വരുന്നവർ അത് തീർച്ചയായിട്ടും വന്ന് കാണണം. ഇഷ്ടമുള്ളവർ, പ്രകൃതി ഭംഗി ഇഷ്ടമുള്ളവർ. ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് അങ്ങോട്ട് പോയി. ഞാൻ ജിമ്മിൽ പോയതേ ഇല്ല. അതൊക്കെ എൻ്റെ റൊട്ടീനുള്ള കാര്യമാണ്. ഞാൻ പോയില്ല കേട്ടോ. കണ്ടത് നോക്കി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ ആവശ്യവും ഇല്ലായിരുന്നു. ഇത് നോക്കിക്കേ, ഇത് വണ്ടിയൊക്കെ ചാർജ് ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരുന്നത് ചാർജ് ചെയ്യാൻ സൗകര്യമുണ്ട്. അങ്ങനെ റെഡി മണി മുണ്ടക്കയം, അവിടെ എല്ലാം റെഡി മണിയാണ്. പിന്നെ പിള്ളേരെ ഒതുക്കാനുള്ള ഏറ്റവും അത്യാവശ്യം. ഇറങ്ങുമ്പോൾ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ തള്ളമാർക്കും പിള്ളേർക്കും സ്ഥലമായി, അവരവിടെ നിന്നോട്ടെ അല്ലേ. നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങിയാണ്. ഞാനാണെങ്കിലുണ്ടല്ലോ, അന്തം വിട്ട് കുന്തം വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഭംഗി കണ്ടിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മുന്നോട്ട് തന്നെ വെച്ച് പിടിപ്പിച്ചു. നോക്കിക്കേ, മാനം തെളിഞ്ഞു, മനസ്സും തെളിഞ്ഞു. കർത്താവേ, മാനത്തിങ്ങനെ വെള്ള പുതച്ച് കിടക്കുന്ന സുന്ദരിമാരെ കണ്ട് ഞാൻ കുറേ നേരം നോക്കി നിന്നു. അപ്പോഴിതാണ്ട് താഴെ നമ്മുടെ ആട്ടുമാമമാരില്ലേ, അതിങ്ങനെ മേല് മുഴുവൻ രോമമായിട്ട് നിൽക്കുന്നു. പിന്നെ നടന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, മുടിയൊക്കെ പറക്കാൻ നമ്മൾ ഹെയർ സലൂണിൽ കൊണ്ട് എന്തര കാശ് കൊടുത്തിട്ടാണ് ഇത്രയൊന്ന് പറപ്പിക്കുന്നത് അല്ലേ. എൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പശികളിങ്ങനെ കളകളാ ആരവം മുഴക്കി നടക്കുന്നുണ്ട്. ഈ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ട്, 2 ചൂല് പോലെ കാലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കയറിക്കോ മെയിൻ എൻട്രൻസിലേക്ക്. കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇത്. അവിടെ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഒരു ഷോപ്പുണ്ട്, ഒരു കോഫി ഷോപ്പും ഉണ്ട്, ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്, പിന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. അത്രേ ഉള്ളൂ അവിടെ. പക്ഷേ ഗിഫ്റ്റ് ഷോപ്പിൽ ഞാൻ ചുമ്മാ ഒന്ന് കയറി നോക്കി. എന്താ ഇതിനകത്തൊന്നും നമുക്കൊന്ന് അറിയണമല്ലോ. വണ്ടിക്കൂലിയും മുടക്കി അവിടം വരെ പോയതല്ലേ. പക്ഷെ ഒന്നുമില്ല. പക്ഷേ നമ്മളെ നോക്കി കുറേ കുപ്പികളൊക്കെ ഇരിപ്പുണ്ട്, വേണ്ടവർക്ക് മേടിക്കാം കേട്ടോ. അങ്ങനെ അതിലെല്ലാം നടന്ന് കാപ്പിയൊന്നും കുടിച്ചില്ല. എനിക്ക് പുറത്തെ കാപ്പി അത്ര പിടിത്തമില്ല. എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തെ ഭംഗിയുണ്ടോ, അവിടെ എല്ലാം എന്നോ രസമാണെന്ന്. അപ്പോൾ എനിക്ക് വഴിക്ക് വെച്ചൊരു കൂട്ടുകാരത്തെ കിട്ടി. ഞങ്ങൾ രണ്ടും കൂടെ ഫോട്ടോ എടുത്തു, സിംഗിളായിട്ട് ഫോട്ടോ എടുത്തു വന്നു. അത് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. അവിടെ ബെഞ്ചുണ്ട്, അവിടെ കയറി ഇരുന്നു. എന്തിനാണെന്നറിയോ, അവിടുത്തെ പക്ഷികളുടെ ചിലപ്പോൾ അവരുടെ കളകള ആരവം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടോ, അതൊരു ചെറിയ അരുവി പോലെയൊക്കെ ഉണ്ടല്ലേ. അതിൻ്റെ ഒരു ഒഴുകുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര രസം. ഞാൻ അവിടെ പോയി ആരും ഇല്ലാത്തപ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി നമ്മൾ നല്ല ആക്റ്റീവായിരിക്കണം. പിന്നെ നമ്മൾ നല്ല ക്രിയേറ്റീവായിട്ടുണ്ടല്ലോ, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അല്ലാതെ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിലല്ല. കാരണം നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മൾ കുറേ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകേണ്ട ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് അന്നത്തെ എക്സസൈസായി. പിന്നെ മനസ്സിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഈ കിളികളുടെയും ഈ ആട്ടുമാമമാരുടെയൊക്കെ കൂടെ അടുത്തൂടെ പോകുമ്പം എന്തോ ഒരു ഇന്നസെൻ്റ് അവരൊക്കെ അല്ലേ. ഒന്നിനെക്കുറിച്ചും അവർക്കൊരു ബോധറേഷനില്ല. നോക്കിക്കേ, കുറേ ഇങ്ങോട്ട് നടന്ന് താഴോട്ട് വന്നപ്പോൾ കുറേ വെള്ളവും കുറേ മരങ്ങളും ഒക്കെ ഇട്ട് കുറേ കിളികൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പാട്ടും പാടി നടക്കുവാണ് കേട്ടോ. ഞാൻ അവിടെയും പോയി കുറേ സമയം നിന്നു. കുറേ ആൾക്കാർ അപ്പുറപ്പുറമൊക്കെ ഉണ്ട്, അവരങ്ങ് പോയിക്കോളും. ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മുടേതായ ലോകത്തിൽ അങ്ങനെയൊക്കെ കിട്ടുന്ന ഓരോ ദിവസം ഉണ്ടല്ലോ, അത് നമ്മുടെ തിലകക്കുറി എന്നൊക്കെ പറയുന്ന പോലെ അത്ര നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മെമ്മറി ഡേ ആയിട്ട് നമുക്കിത് കൂട്ടാൻ കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾ അതിനുള്ള സമയം കണ്ടെത്തണം. ഇങ്ങനെ സോളോ ട്രിപ്പ് എവിടെയെങ്കിലുമൊക്കെ പോകണം. അത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. എന്തുമാത്രം എനിക്കിന്ന് സന്തോഷമുണ്ടെന്ന് എനിക്കറിയത്തില്ല, മനസ്സിനും ശരീരത്തിനും കേട്ടോ. നമ്മളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്, വേറെ ആരും നമ്മളെ സന്തോഷിക്കില്ല. അങ്ങനെ ഞാൻ വീണ്ടും പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ട് ചിരിച്ചോണ്ട് വന്നു വണ്ടിയൊക്കെ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.